LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ പ്രചരണാർത്ഥം മുഖ്യമന്ത്രി താമസിക്കുന്ന ഹോട്ടലിന്റെ ജനൽ തുറന്നു നോക്കിയാൽ കാണാവുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിന്റെ സ്ഥിതിവിശേഷങ്ങളാണ് ഇവിടെ ജനങ്ങൾ തുറന്നു പറയുന്നത്. നമ്മൾ ഈ കാണുന്നത് അദ്ദേഹം ജനൽ തുറന്നു നോക്കിയാൽ കാണാവുന്ന അത്രയും ദൂരത്തിലാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ബസ് സ്റ്റേഷനിലെ ജീവനക്കാർക്കും മറ്റുള്ളവർക്കും ഉള്ള ബുദ്ധിമുട്ടുകളാണ് അവർ നമ്മളോട് പറയുന്നത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ ബാത്റൂം കയറാൻ പറ്റുന്നില്ല. ബാത്റൂം വളരെ മോശമാണ്. ഈ ഇവിടെ ഞങ്ങൾക്ക് സ്റ്റാൻഡ് ഇതൊക്കെ നോക്കുകയാണ് നിങ്ങൾ, വളരെ മോശം. ബാത്റൂം അടിക്കാൻ എന്ത് ബാത്റൂം മതി, നമുക്ക് വേറെ എല്ലായിടത്തും പോയാലും നല്ല അടിപൊളി ബാത്റൂമുകളാണ്. ഇവിടെയൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയൂല. നിലമ്പൂരിൽ സ്റ്റാൻഡ് എന്താ പറയാൻ പറ്റൂല, അങ്ങനത്തെയാണ്. ഈ ബസ് സ്റ്റാൻഡ് കണ്ടില്ല ഞങ്ങൾ, ഇതിന്റെ കോലം കണ്ടില്ലേ? ഇതിനുള്ളിൽ ടോള് നമ്മളിതിന് എത്ര കൊടുക്കുന്നില്ല, ഫീസ് കൊടുക്കുന്നുണ്ട്. ആണ്ടൊന്നും കാര്യമില്ല, 10 രൂപ കൊടുത്തിട്ടും കാര്യമില്ല. ഇത് നന്നാക്കണില്ല. ഇതൊന്ന് എന്തെങ്കിലും കാട്ടിയാണ് നന്നാക്കി തരണം. മുഖ്യമന്ത്രി വരുമ്പോ ഒരു റോഡ് നന്നാക്കും, അതിന് കുറച്ച് മാച്ച് വർക്ക് കഴിഞ്ഞ 2 ദിവസമായിട്ട് മുഖ്യമന്ത്രി നിങ്ങളെ കാണാൻ മണ്ഡലത്തിലുണ്ട്. നാളെ പോത്തോളൂ. മുഖ്യമന്ത്രി വന്നിട്ട് കാര്യമില്ല. മുഖ്യമന്ത്രിനെ ആദ്യം നിങ്ങൾ സ്റ്റാൻഡ് എന്നിട്ട് ഈ കക്കൂസൊക്കെ കാണിച്ചു കൊടുക്കപ്പെടുത്തെ ആദ്യം ഈ ബാത്റൂം കൊണ്ടുവന്നിട്ട് ഈ സ്റ്റാൻഡ് കൂടെ കയറ്റി എന്നിട്ട് ഇതിനെ കൊണ്ടിറക്കി എന്നിട്ടാണ് നോക്കുന്നത്. അല്ല, ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ള നിങ്ങളെ കാണാൻ അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഞങ്ങളെ കാണാനുണ്ട്. ഞങ്ങളെ കാണാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. മുഖ്യമന്ത്രി വാട്ടിൽ അങ്ങനെ വണ്ടി എസ്കോട്ട് ഇങ്ങനെ പോകില്ല കുന്നിട്ട്. അതുകൊണ്ട് എന്താ കാര്യം? ശരിക്കും മൂത്രമൊഴിച്ച് പോകാൻ യാതൊരു നിവൃത്തിയില്ല. ഒക്കെ ആൾക്കാർ അധികം ഇവിടെ പോവാതെ പുറമെ പോയിട്ടൊക്കെ വരികയാണ് ആൾക്കാർ. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബസ്സിലെ ജീവനക്കാരാണ്. നമുക്കൊരു ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ മൂത്രമൊഴിക്കാനോ മറ്റു ആവശ്യങ്ങൾ വന്നാൽ ഒരു അടിസ്ഥാനപരമായ സൗകര്യമില്ല. വൃത്തിയാണ് സാധനം അവിടെ തീരെയില്ല. പിന്നെ എല്ലാം കൊണ്ടും വളരെ മോശമാണ്. ഒരു നല്ലൊരു ബാത്റൂം അത് നിലമ്പൂരിന്റെ സ്വപ്നമാണ്. ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയാണല്ലോ ഇലക്ഷൻ നടക്കുന്നില്ല. നിലമ്പൂർ എന്ത് ചെലവാക്കിയിട്ട് എന്താ? നല്ലൊരു റോഡുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ സ്റ്റാൻഡിൽ നിന്ന് പുറത്ത് വരെ നോക്കിക്കളെ, കുണ്ടും കുഴി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ബസ്സുകാർ പിരിവിട്ടിട്ടാണ് ഈ ട്രാക്ക് ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത്. ഇവിടെ ഒരു ഭരണകൂടം ഈ നിലമ്പൂരിന്റെ റോഡിനെ പറ്റി തിരിഞ്ഞു നോക്കണില്ല. ചന്തക്കുന്നിന് ആ വെളിയന്തോട് വരെ നോക്കിക്കളെ, അവിടെയൊക്കെ റോഡിൽ വലിയ കുണ്ടും കുഴിയാണ്. 2-3 ദിവസമായിട്ട് മുഖ്യമന്ത്രി നിങ്ങളെ കാണാൻ ഇവിടെ മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ആര് വന്നിട്ട് ഒരു കാര്യമില്ല. ഓല് ഹെലികോപ്റ്ററിൽ വന്ന് പോകാൻ തോന്നുന്നുണ്ട്. റോഡ് നന്നാക്കാൻ ആളില്ല. നിലമ്പൂരിനൊരു വികസനമല്ല, ഒരു നല്ല റോഡില്ല, എന്നും ബ്ലോക്ക്. ഇവിടുത്തെ ജനങ്ങൾക്ക് ദുരിതമാണ്. ഇവിടെ ജനങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. മൂത്രമൊഴിക്കാൻ പോലും മാർഗമായി ശരിയായി മൂത്രമൊഴിക്കാൻ സംവിധാനമില്ല. ഒരു കാര്യത്തിന് ഇവിടെ ഒരു ഇതില്ല. ഒരു വൃത്തികെട്ട അങ്ങാടി എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ നിലമ്പൂരിൻ്റെ അത്ര താഴ്ന്ന രീതി വേറെ അങ്ങാടിയില്ല. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയാണിത്. ഇവിടെ വരുന്ന ബസ് ജീവനക്കാരാവട്ടെ, ബസ്സിൻ്റെ തൊഴിലാളികളാവട്ടെ, ഇവിടെ വരുന്ന യാത്രക്കാരാവട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ മലമൂത്ര വിസർജനം ചെയ്യാൻ ഒരു ബാത്റൂം ഇല്ല. ബാത്റൂം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇവിടെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണമായിട്ട് ഇവിടെ ഉണ്ട്. ഇതുവരെ ഈ സ്ഥലത്ത് എത്തിയിട്ടില്ല. അതുവഴി കടന്നു പോകുന്നു, ഇവരെ കാണുന്നു, കൈ കാണിക്കുന്നു, ജയ് വിളിക്കുന്നു. പക്ഷേ ഇത്തരം ഒരു സ്ഥലത്ത് വന്ന് ഇവർക്ക് മുനിസിപ്പാലിറ്റിയിൽ മാസങ്ങൾക്ക് മുമ്പ് അവർ പരാതി പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ മണ്ഡലത്തിലെ കാണാം ലക്ഷങ്ങളും കോടികളും ഫ്ലക്സുകളും ബാനറുകളും LED ലൈറ്റുകളും വാഹന പ്രചരണവുമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഫണ്ടുകൾ ചെലവാക്കിയാണ്.